ഫസ്റ്റ് ഓൺ 24 അമ്പലപ്പുഴയിൽ മത്സര സാധ്യത തള്ളിക്കളയാതെ VS അച്യുതാനന്ദന്റെ മകൻ V അരുൺകുമാർ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം. G സുധാകരൻ മത്സരിക്കുന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും V അരുൺകുമാർ 24 അല്പം മുമ്പ് പറഞ്ഞു. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ട് സാറുടെ പേരാണ് കേൾക്കുന്നത്. സുധാകരൻ മത്സരിക്കുന്നതായിട്ട് എനിക്കറിയില്ല. പിന്നെ പാർട്ടി സ്ഥാനാർത്ഥിയൊക്കെ പാർട്ടിയല്ലേ പ്രഖ്യാപിക്കുന്നത്, അതൊക്കെ വരുന്നല്ലേ ഉള്ളൂ. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാനാർത്ഥിത്വം അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും, ഒപ്പം തന്നെ UDFന്റെ പിന്തുണ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ളൊരു അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ സുധാകരൻ മത്സരിക്കുന്ന കാര്യം തന്നെ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ കമൻറ്റ് പറയാൻ ശരിയല്ല. വ്യക്തിബന്ധം അതേപോലെ തന്നെ ഇല്ലേ പിന്നെ പാർട്ടിയിൽ നിലനിൽക്കേണ്ട ആൾ തന്നെയല്ലേ, അദ്ദേഹത്തെ നിലനിർത്തേണ്ടതല്ല. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ താങ്കളുടെ പേര് LDF സ്ഥാനാർത്ഥിയായിട്ട് കേൾക്കുന്നുണ്ട്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ പാർട്ടി സ്ഥാനാർത്ഥികളെ പാർട്ടിയല്ലേ പ്രഖ്യാപിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെ വന്നിരുന്നോ, ആരെങ്കിലും അങ്ങനെ സമീപിച്ചിരുന്നോ, പാർട്ടി സമീപിച്ചിരുന്നോ? സംസാരിക്കാം പോരെ. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. വിനേഷ് കുമാർ V അരുൺകുമാർ പുലിവാലി പിടിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ മനസ്സിലായി. പറയൂ വിനേഷ് കുമാർ. SKN അദ്ദേഹം എന്തായാലും അദ്ദേഹത്തിന്റെ അമ്പലപ്പുഴയുള്ള സ്ഥാനാർത്ഥിത്വം തള്ളാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് സ്ഥാനാർത്ഥികളെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ആരെങ്കിലും സമീപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും ഉണ്ട് എന്നും രണ്ടും അദ്ദേഹം പറഞ്ഞില്ല. എന്തായാലും അതെല്ലാം തന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ G സുധാകരൻ പാർട്ടി വിടുമോ എന്നുള്ള കാര്യത്തിൽ, അതായത് അദ്ദേഹം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയും അവിടെ UDFന്റെ പിന്തുണ ലഭിക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് അറിയില്ല, സുധാകരൻ മാമൻ മത്സരിക്കുന്ന കാര്യം തനിക്ക് അറിയില്ല, തന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ വാർത്താ സമ്മേളനം 11 മണിക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അക്കാര്യങ്ങളൊന്നും കൃത്യമായി അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. SKN പറഞ്ഞ പോലെ തന്നെ തൽക്കാലം ഒരു പുലിവാലി പിടിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് V അരുൺകുമാർ എന്ന് തോന്നുന്നു. അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.